ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ മസൂദ് അസർ പാക് സൈനിക ആശുപത്രിയിൽ വെച്ച് മരിച്ചതായി റിപ്പോർട്ട്. കരൾ രോഗബാധിതനായ അസർ ഡയാലിസിസ് ചികിത്സയുമായി പാക് സൈനിക ആശുപത്രിയിലുണ്ടെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ കരളിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന മസൂദ് അസർ ആശുപത്രിയിൽ വെച്ച് മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദേശീയ അന്വേഷണ ഏജൻസികളും പാകിസ്ഥാൻ മാധ്യമങ്ങളുമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. പാക് സൈന്യം ഉടൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നതിനിടെയാണ് മരണവിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യ പാക് ബന്ധം അത്യന്തം വഷളാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ മസൂദ് അസർ രൂപവത്കരിച്ച ജെയ്ഷെ മുഹമ്മദായിരുന്നു. മസൂദ് അസർ കടുത്ത രോഗബാധിതനായിരുന്നുവെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികളാണ് മസൂദ് അസർ മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഒരിക്കൽ ഇന്ത്യയുടെ പിടിയിലായിരുന്നു മസൂദ് അസർ. എന്നാൽ കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നാലെ മസൂദിനെ ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്നിരുന്നു. ഇതിനുശേഷം നിരവധി ഭീകരാക്രമണങ്ങളാണ് മസൂദ് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. മസൂദ് അസറിന്റെ ക്രൂര പ്രതികാരമായിട്ടാണ് പുൽവാമ ഭീകരാക്രമണത്തെ അധികൃതർ വിലയിരുത്തുന്നത്. 2017 നവംബറിൽ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവൻ റഷീദ് മസൂദ് CRPF-മായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പകരം വീട്ടുമെന്ന് അസർ അന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ മുന്നറിയിപ്പുണ്ടായിട്ടും പ്രത്യേക സുരക്ഷകളൊന്നും ഒരുക്കിയിരുന്നില്ല. 2018 ഒക്ടോബർ 31-ന് അസറിന്റെ രണ്ടാമത്തെ അനന്തരവൻ ഉസ്മാൻ തൽഹ റഷീദിനെയും CRPF വധിച്ചു. പകരം വീട്ടുമെന്ന് അന്നും അസർ പ്രഖ്യാപിച്ചതാണ്. പകരം വീട്ടാനായി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരരുടെ പരിശീലകനായിരുന്ന അബ്ദുൾ റഷീദ് ഗാസിയെ അസർ ഇന്ത്യയിലേക്ക് അയച്ചു. ഇക്കാര്യം 2018 ഡിസംബറിൽ കാശ്മീരിലെ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായിരുന്നു. ഇയാളെ പിടികൂടാൻ കഴിയാത്തത് മറ്റൊരു വീഴ്ചയായി. ഗാസി മികച്ച പരിശീലകനാണ് എന്ന് മാത്രമല്ല, താലിബാൻ ശൈലിയിലുള്ള ആക്രമണത്തിൽ വിദഗ്ധനുമാണ്. ഇപ്പോഴും ഗാസിയെ പിടികൂടാനായിട്ടില്ലെന്നതും ഇന്ത്യയെ വലയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.